മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നറുക്കെടുപ്പിന്റെ 8, 9 ആണ് ഇവിടെ നടക്കുന്നത്. 8 നമ്മൾ മാറ്റിവെച്ചത് നമ്മളുടെ പഴയ ട്രഷറർ ശ്രീ ജോണി സാർ മരണപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു നറുക്കെടുപ്പ് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക്, അതായത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ 2 സെക്ഷനാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ ആഴ്ചയും 5 ഭാഗ്യശാലികളെ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്നും 5 ഭാഗ്യവാന്മാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്ന് 10 പേരെ തിരഞ്ഞെടുക്കുന്നു. അതായത് കടകളിൽ നിന്നും കൂപ്പൺ വാങ്ങി കൃത്യമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ നറുക്കെടുത്ത് അത് വളരെ നല്ല രീതിയിൽ യൂട്യൂബിൽ ചാനൽ വഴി ജനങ്ങളെ കാണിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ 8, 9 ആണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി എത്തിയ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ശ്രീ നന്ദകുമാർ പിള്ള സാറിനെ ഞാൻ വേദിയിലേക്ക് കയറിയിരിക്കാൻ ക്ഷണിക്കുകയാണ്. കൂടാതെ നമ്മളുടെ അധ്യക്ഷൻ ശ്രീ സുധീർ മേനോൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ ഷാജി CB ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മളുടെ ഒരു പുതിയ അംഗം ശ്രീ സാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സാസ് ബേക്കറിയുടെ ഉടമ സാജനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. കൂടാതെ സർ ആന്റണി സാർ, ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി മെമ്പറും എല്ലാമായ ആന്റണി സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇനി അടുത്ത നടത്തിക്കായി ഞാൻ മൈക്ക് നമ്മളുടെ പ്രസിഡന്റ് ശ്രീ സുധീർ മേനോനെ കൈമാറുന്നു. വളരെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പൊന്നുരുന്നിയുടെ 8ാമത്തെ നറുക്കെടുപ്പാണ് ആദ്യം നടക്കുന്നത്. ഇന്ന് ഇരട്ട നറുക്കെടുപ്പുകളാണ്. ആദ്യം 8ാമത്തെ, അത് കഴിഞ്ഞാൽ 9ാമത്തെ നറുക്കെടുപ്പ് നടക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ലോട്ടറി പോലെയല്ല. ഞങ്ങൾ ഒരാളുടെടുത്തും ഒരു കസ്റ്റമറിനടുത്തും 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഇന്നലെ നടന്ന ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കൊല്ലത്ത് നടന്ന ഇതുപോലുള്ള ഒരു വ്യാപാര വ്യവസായി നമ്മുടെ പോലുള്ള വേറൊരു അസോസിയേഷൻ നറുക്കെടുപ്പ് നടത്തുകയും ഓണം ബമ്പറായി നറുക്കെടുപ്പ് നടത്തുകയും ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കളക്ട് ചെയ്തുകൊണ്ട് ഒരു നറുക്കെടുപ്പ് ഓണം ബമ്പർ കേരള ലോട്ടറിക്ക് സമാന്തരമായി നടത്തുകയും അവർക്കെതിരെ കേസ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാമായി ഇവിടെ വളരെ സുതാര്യമായ രീതിയിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പൊന്നുരുന്നി യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും സാധനങ്ങൾ മേടിക്കുന്ന കടക്കാർക്ക്, കസ്റ്റമർക്ക് ഒരു റിട്ടേൺ എന്നുള്ള ഞങ്ങളുടെ നഗരസൂചകമായി റിട്ടേൺ എന്നുള്ള രീതിയിലാണ് ഏകദേശം ഓരോ ദിവസവും 15,000 രൂപയുടെ നറുക്കെടുപ്പ് വീതം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇരട്ട നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് 30,000 രൂപയുടെ നറുക്കെടുപ്പുകൾ നടത്താൻ പോകും. അത് കഴിഞ്ഞാൽ ഇനി തിങ്കളാഴ്ച ഒരു നറുക്കെടുപ്പ് കൂടിയുണ്ട്. ഈ ഓണം വ്യാപാരോത്സവം 2025 എന്ന് പറയുന്നതിന്റെ മെഗാ നറുക്കെടുപ്പുകൾ വരുന്ന ഒക്ടോബർ 31-ാം തീയതി വൈകുന്നേരം നടത്തുന്നതോടുകൂടി സമാപിക്കും. ആ മെഗാ നറുക്കെടുപ്പിലാകട്ടെ സ്പ്ലിറ്റ് AC, ടോപ്പ് ലോഡിംഗ്, വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ എന്നീ കാര്യങ്ങളാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവർ അറിവിലേക്ക് പറയട്ടെ, ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ നറുക്കെടുപ്പിൽ നടത്തുന്നത് വരെ പങ്കെടുക്കുന്ന കാണികൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് നമ്പറും എഴുതി കിട്ടുന്ന നറുക്കിൽ കിട്ടുന്നവർക്ക് നമ്മൾ ഒരു വൗച്ചർ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കിവിടെ വിശിഷ്ടാതിഥികളായി ഇവിടുത്തെ വ്യാപാരികളാണ് നമുക്ക് എത്തിച്ചേർന്നുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ വ്യാപാരോത്സവം 2025 എന്ന് പറയുന്ന ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് വ്യാപാരികളുടെ കൂടെ സഹായത്താൽ മാത്രമാണ്. അപ്പോൾ അവരെ കൂടി ഈ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കേണ്ടത് വളരെ ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്യമം അങ്ങനെ തുടർന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഓർമ്മിക്കട്ടെ, ഈ നറുക്കെടുപ്പിൽ ഒന്നും തന്നെ ഒരു കസ്റ്റമറിനടുത്തും ഈ സമ്മാനത്തുക ലഭിക്കുന്നതിനായിട്ട് 1 രൂപ പോലും ഈടാക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഇവിടെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന സമ്മാന കൂപ്പണുകൾ നറുക്കെട്ടാണ് നമ്മൾ സമ്മാന വിതരണം നൽകുന്നത്. ഇനി ഇതിന് ഇരട്ട നറുക്കെടുപ്പുള്ളതിനാൽ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാനായി നമ്മുടെ സെക്രട്ടറി, നിങ്ങൾക്കറിയാം, വ്യാപാര വ്യവസായയുടെ ഏകോപന സമിതിയുടെ സെക്രട്ടറിയാണ് ശ്രീ അരുൺകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ ഭംഗിയായി പോകുന്നത്.
ഈ പരിപാടി മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനും ഇവിടെ വന്നിട്ടുള്ള കാണികളെ സ്വാഗതം ചെയ്യുന്നതിനുമായി ഞാൻ ക്ഷണിച്ചു കൊടുത്തു. ഇന്ന് ഇവിടെ നടക്കുന്നത് 8, 9 പറഞ്ഞ പോലെ ഇരട്ട നറുക്കെടുപ്പുകളാണ്. ഇതിൽ നല്ല കറക്റ്റായിട്ടുള്ള ഭാഗ്യശാലികളെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ഇത്രയും തിരക്കുള്ള നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു സ്ട്രോങ് ജിം എന്ന സ്ഥാപനം നടത്തുന്ന അദ്ദേഹം തമ്മനത്തും പാലാരോടും എല്ലാ ജംഗ്ഷനുകളിലും ബിൽഡിംഗ് റെന്റിന് കൊടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഞാൻ ഒരു തവണ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെക്ക് പുള്ളി തന്നിരുന്നു, അത് മാറാൻ ബാങ്കിൽ ചെന്നപ്പോൾ അത് ബോംബെ സ്റ്റേറ്റിന്റെ ചെക്കല്ലേ അവർ ചെക്ക് പോലും നോക്കിയില്ല, എനിക്ക് ക്യാഷ് എടുത്ത് തരികയായിരുന്നു. ഈ 5 മുറിയിലുള്ള ബാങ്കായിരുന്നു. ആ ബാങ്കില് അത്രയും പരിചയവും അത്രയും സമ്പന്നനുമായ ഒരാളെ നമുക്ക് ഇവിടെ കിട്ടി. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും അദ്ദേഹം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നന്ദകുമാർ പിള്ള സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. കൂടാതെ എല്ലാവർക്കും അറിയാം, നമ്മുടെ അധ്യക്ഷൻ ശ്രീ സുധീർ മേനോൻ വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറിയാണ്, ഇതെല്ലാം ഒന്നുമല്ല, എല്ലാ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെയാണ്. എല്ലാ കഴിവുകളും ഞങ്ങൾക്ക് പകർന്നു തരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ആദ്യകാല പ്രസിഡന്റ് ശ്രീ ഷാജി CB അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ യൂണിറ്റ് ഭംഗിയായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മൾ നോക്കിക്കാട്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എല്ലാവർക്കും അറിയാം, ഈ യോഗ നടത്തുന്നതിന്റെ മുന്നിൽ തന്നെ താമസിക്കുന്ന എന്റെ നെയ്ബറും ഇവിടെ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്ന, അതായത് സാധാരണക്കാരായി വന്ന് വളരെ വലിയൊരു ബിസിനസ്മാനായി ഇപ്പോൾ സാസ് ബേക്കറി എന്ന സ്ഥാപനം നടത്തുന്ന സാജനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ പങ്കുകൊണ്ട് പത്നിയെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അശ്വതി ഞങ്ങളുടെ നെയ്ബറാണ്, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഞങ്ങളുടെ കമ്മിറ്റി അംഗം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആന്റണി ചേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ എല്ലാ കമ്മിറ്റിക്കാരെയും പിന്നെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ മറ്റുവാക്കി സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീമാൻ നന്ദകുമാർ പിള്ളയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ പാലത്തിന് തൊട്ടടിയിൽ ഇവിടെ സൈഡിൽ തന്നെ നമുക്ക് കാണാവുന്ന സ്ട്രോങ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് സംരംഭമാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, അതിപ്പോൾ എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ വേണം. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനം ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ യൂണിറ്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത സമയത്ത് നമ്മളൊരു കാലത്തിൽ അടിക്കണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആ ചർച്ച വന്നപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം, അദ്ദേഹം ചെയ്തില്ല, പിന്നെ നമുക്ക് ബാക്കി അടുത്ത് നോക്കിയാൽ മതിയല്ലോ. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തന്നെ വളരെ എന്താ പറയുക വിശാല ഹൃദയത്തോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു, അതെന്താ ഒരു കുഴപ്പമില്ല, എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്തോളൂ, അതിന്റെ എമൗണ്ട് പറഞ്ഞാൽ മതി, തന്നോളാം എന്ന് പറഞ്ഞ വിശിഷ്ട വ്യക്തിയാണ് ശ്രീ നന്ദകുമാർ. അത് മാത്രമല്ല, നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചപ്പോൾ ഓണം വ്യാപാരോത്സവം 2025 വരുന്ന പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ അത് എങ്ങനെ എത്തിക്കും, എത്ര പേർക്ക് സമ്മാനം കൊടുക്കുന്നു വരും, എത്ര സമ്മാനം തുക വരും, ഇതെങ്ങനെ കൊണ്ടുപോകുന്ന ചർച്ചയൊക്കെ വന്നപ്പോൾ തന്നെ ആ സ്പോൺസർമാരിൽ ലിസ്റ്റ് വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിക്കുകയും അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ചപ്പോൾ തന്നെ അതും ഇത് പറഞ്ഞതുപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന കൂടി നൽകിയ ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഓക്കെ, അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ആശംസകളുണ്ടെന്നാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യ യൗവനത്തിനുടമയായ പ്രേം നസീറിന് ശേഷം ആരാണ് നിത്യ
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു പേരോട് ഈ പൊന്നുരുത്തി. അത് അന്നും ഇന്നും യുവാവായി നിൽക്കുന്ന ശ്രീ ഷാജി CG ആണ്. ഏകദേശം 36 വർഷങ്ങൾക്ക് മുമ്പ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പൊന്നുരുത്തി എന്ന യൂണിറ്റിന് ജന്മം കൊടുക്കുകയും കുറേ നാൾ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ അസോസിയേഷന്റെ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തു നടത്തി ഇതുവരെ എത്തിക്കാൻ പുറകിലൊരു ചാലക ശക്തിയായി പ്രവർത്തിച്ച ശ്രീ ഷാജി അവരുടെ 2 വാക്ക് സംസാരിക്കാൻ വെച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നുരുത്തി പ്രസിഡന്റ് ശ്രീ സുധീറിനാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിനും ചീഫ് ഗസ്റ്റായിട്ട് ശ്രീ നമോമസാണ് ശ്രീ സാജൻ, നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ അരുൺ കുമാർ, നമ്മുടെ പ്രധാന കമ്മിറ്റി അംഗം ശ്രീ ആന്റണി, ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, നാട്ടുകാരെ, ഈ പറഞ്ഞ പോലെ തന്നെ 91 കാലഘട്ടത്തിലാണ് ഇവിടെ പൊന്നുരുത്തിയിൽ യോഗത്തിലുണ്ടായത്. പക്ഷെ അന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവമില്ല. ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ കച്ചവടക്കാർ ഇതുപോലെ പറഞ്ഞ സംഭവം അതൊന്നും ആൾക്കാർക്കറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കട, അതായത് 2 രൂപ 3 രൂപ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, മുളക്, മല്ലി, അങ്ങനെയൊക്കെ അത്രയും പരിപാടിയായിട്ട് ഞാൻ സാമ്പത്തിക ഭദ്രത വളരെ കുറവുള്ള ഒരു കാലഘട്ടം. ഈ സമയത്ത് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത് അന്യ സംസ്ഥാനത്തു നിന്നും കൂടാതെ ജില്ലകളിൽ നിന്നും ധാരാളം കുട്ടികൾ കൊച്ചിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി. അപ്പം അങ്ങനെ നമ്മുടെ നാട് വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനൊക്കെ നമ്മൾ ഒരു പങ്ക് നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അതേ വ്യാപാര കച്ചവടക്കാരും വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ടുള്ള ഇതാണ്. എൻ്റെയൊക്കെ തലമുറ, അതായത് എൻ്റെ അച്ഛൻ നിന്നും കട നടത്തിയിരുന്നു, മറ്റു പല ആൾക്കാരുടെ പിതാക്കന്മാരും ഇവിടെ നടത്തിയിരുന്നു. പല ആൾക്കാരുടെ മക്കളുമൊക്കെയായിട്ടും ഇവിടെ കമ്മിറ്റിക്കാരും സംഘടന പ്രവർത്തകരോടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളാണ് ഞങ്ങളുടെ അന്നദാതാക്കൾ. ഇത്രയും വളർത്തിയ, ഞങ്ങളെയൊക്കെ ഇത്രയും വളർത്തി എടുത്തതിന് ഏറ്റവും കൂടുതൽ പങ്കുവച്ച് ഓരോ ഉപഭോക്താക്കളുമാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ ഈ സംഘടനയുടെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ ഈ ഓണം വ്യാപാരോത്സവം നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സേവനത്തിന് ഒരു പ്രത്യുപകാരം എന്നിട്ട് ഒരു സമ്മാനം, പ്രോത്സാഹന സമ്മാനമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെക്കാം, ഒരു ഓണം വ്യാപാരോത്സവം വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ടിറങ്ങി. ഇത് ഞങ്ങൾ മാത്രമായിട്ട് നടത്തില്ല, നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ ഇത് വളരെയധികം സുഷ്ടാന്തിയോടെ മുന്നിട്ടിറങ്ങി ഓരോ കടക്കാരുടെ ചെന്ന് കൂപ്പൺ കൊടുക്കണം. എല്ലാ ഇത്ര നിശ്ചിത ദൂരത്ത് സാധനങ്ങൾ കഴിക്കുന്നവർക്ക് ഓരോ കൂപ്പൺ കൊടുക്കണം. അതെല്ലാ തിങ്കളാഴ്ചയിലും നറുക്കെടുപ്പ് നടത്തിയതിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങളും മറ്റും വിതരണം ചെയ്യണം എന്നൊക്കെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഇതുവരെ എത്തിയത്. ഇനി 2 നറുക്കെടുപ്പോടുകൂടി ഇത് അവസാനിക്കുകയാണ്. ഒക്ടോബർ 31-ാം തീയതി മെഗാ നറുക്കെടുപ്പ്, അതിൻ്റെ സമ്മാനദാനം നവംബർ 2-ാം തീയതി സെൻറ്റ് പാട്രിക് പള്ളി ദേവാലയത്തിൻ്റെ ഹാളിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ നാട്ടുകാർക്കും ഞാൻ പ്രിയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ വിശിഷ്ടാതിഥി എന്ന് പറയുന്ന ശ്രീ സാസ് ബേക്കറിയുടെ ഉടമ ശ്രീ സാജനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഈ ചെട്ടിച്ചിറ ഈ റോഡിന് എൻഡിൽ കാണുന്ന ഒരു വലതുവശത്ത് കാണുന്ന സാസ് ബേക്കറി എന്ന് പറയുന്ന ഒരു പുതിയ ബേക്കറിയാണ്. ഏകദേശം ഒരു മാസം ആവുന്നതോട് തുടങ്ങിയിട്ട് ബേക്കറികൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ മെമ്പർമാർ തന്നെ ഇഷ്ടംപോലെ ഏത് സ്ഥലത്ത് നോക്കിയാലും ബേക്കറികൾ കാണാം. പക്ഷെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി ഈ പരിസരത്തുണ്ടെങ്കിൽ അത് സാസ് ബേക്കറി മാത്രമാണ്. പ്രിയമുള്ളവരെ, 9:30 കഴിഞ്ഞോ 10 മണി കഴിഞ്ഞോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ ഇനി ഏത് മിഡ്നൈറ്റ് ആയാലും നിങ്ങൾക്ക് ആ സാധനം മേടിക്കാൻ പറ്റിയ ബേക്കറിയാണ് സാസ് ബേക്കറി. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ ADP എന്ന് പറയുന്ന സ്ഥാപനം നടന്ന AC-യുടെ ഒരു യൂണിറ്റ്, അതുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ശ്രീ ആന്റണി ജോസഫാണ് നമ്മുടെ കൂടെയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളെപ്പോലെ ഒരു സാധാരണ നമ്മുടെ മെമ്പർ തന്നെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ എടുത്തത്.
39 ബുക്കാണ് അദ്ദേഹം പർച്ചേസ് ചെയ്തത്. അദ്ദേഹത്തിന് അത്രത്തോളം കസ്റ്റമർ ഉണ്ടെന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഓരോ 1000 രൂപയ്ക്കും ഓരോ ബുക്കും വെച്ചാൽ അദ്ദേഹം തരുന്നതെങ്കിൽ ഓരോ ബില്ലും വരുന്നത് 30,000 40,000 രൂപയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് പോരാ അവർ ആവശ്യമുള്ളത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വ്യാപാരം എന്ന സമ്മാന പദ്ധതിയിലേക്ക് വളരെ ഗംഭീരമായി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസകളും നടന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നറുക്കെടുക്കുന്നത് 10,001 മുതൽ 27,700 വരെയുള്ള സംഖ്യകളാണ് ഇന്ന് നറുക്കെടുക്കുന്നത്. അത് 2 നറുക്കെടുപ്പാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും രണ്ടാമത്തെ നറുക്കെടുപ്പ് വീണ്ടും ആരംഭിക്കുന്നത്. അതിലെ ഒന്നാമത്തെ നറുക്കെടുപ്പ്, അതായത് 8ാമത്തെ നറുക്കെടുപ്പിലെ 1ാം സമ്മാനമായ ഇലക്ട്രിക് നൂഡിൽസ് മേക്കർ, ആ സമ്മാനം ആർക്കാണെന്ന് അറിയാനുള്ള നറുക്കെടുപ്പാണ് നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 10,001 മുതൽ 27,700 വരെയുള്ള നമ്പറുകളാണ് ഇപ്പോൾ നറുക്കെടുക്കുന്നതെങ്കിൽ അതിലെ ആദ്യം തുടങ്ങുന്ന സംഖ്യ 1ഓ 2ഓ ആണ്. അപ്പോൾ ആദ്യം നറുക്കെടുക്കാൻ പോകുന്നത് 1ഓ 2ഓ ആണ്. ആ നറുക്കെടുപ്പിനായി വിശിഷ്ടാതിഥിയായ ശ്രീ നന്ദകുമാറിലേക്ക് 1ഓ 2ഓ ആണ് ആ സംഖ്യ. രണ്ടാണ്. അപ്പോൾ 2ആണ് ആദ്യ കിട്ടിയുള്ള സംഖ്യ. അതായത് 20,000 മുതൽ 27,700 വരെയുള്ള ഏതോ നമ്പറിനാണ് ഈ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത് ഏതാണെന്ന് അറിയാനായിട്ട് 2ാമത്തെ നമ്പർ നോക്കാം. അപ്പൊ 27 ആയതുകൊണ്ട് 0 മുതൽ 7 വരെയുള്ള നമ്പറുകളാണ് ഇടാൻ പോകുന്നത്. 1ാമത്തെ സംഖ്യ 2ആണെന്ന് വളരെ വ്യക്തമായി കിട്ടിക്കഴിഞ്ഞു. 2ാമത്തെ നമ്പർ ഇടാനായിട്ട് 0 1 2 3 4 5 6 7 ആണ് ഇടുന്നത്. 1ആണ്. അപ്പോൾ 21,000 മുതൽ 21,999 വരെയുള്ള നമ്പറായിരിക്കും. അപ്പോൾ ഇനിയുള്ള നമ്പറുകൾ 3 നമ്പറും 1 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് എടുത്തത്. അപ്പോൾ 3ാമത്തെ നമ്പർ 21,700 മുതൽ 799 വരെയുള്ള ഏതൊരു നമ്പറാണ്. 21,700 മുതൽ 799 വരെയുള്ള ഏതൊരു നമ്പറിനാണ് 3ആണ്. അപ്പൊ 21,730 മുതൽ 39 വരെയുള്ള കൂപ്പൺ കൊടുത്തിട്ടുള്ള ഏതോ വ്യക്തിക്കാണ്. അത് വ്യക്തികളെ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തോ, അതിലെ കാരണം ഇത് അറിയാം. 5ആണ്. അപ്പോൾ 21,735 എന്ന് പറയുന്ന നമ്പറാണ് 8ാമത്തെ നറുക്കെടുപ്പിൽ 1ാമതായി വന്നിട്ടുള്ള സമ്മാനമായ നൂഡിൽസ് മേക്കർ, ഇലക്ട്രിക് നൂഡിൽസ് മേക്കർ കിട്ടിയിട്ടുള്ള ആ സമ്മാന കൂപ്പൺ വിതരണം ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതിഥിയായിട്ടുള്ള ശ്രീ ആന്റണി ജോസഫ് തന്നെയാണ്. അങ്ങനെ ആ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ 2ാമത്തെ നറുക്കെടുപ്പിലേക്ക് പോവാണ്. അപ്പോൾ 2ാമത്തെ നറുക്കെടുപ്പ് ശ്രീ നന്ദകുമാർ പിള്ള തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് അപ്പോൾ വീണ്ടും 1ആണോ 2ആണോ നമുക്കറിയാം. 1ഉം 2ഉം മാത്രമാണ് നറുക്കെടുത്തത്. ഒന്നാണ്. അപ്പോൾ 10,001 മുതൽ 19,999 വരെയുള്ള ഏതൊരു നമ്പറാണ് ഈ 2ാം നറുക്കെടുപ്പ് കിട്ടിയിട്ടുള്ളത്. 2ാമത്തെ നറുക്കെടുപ്പ് ഒരു പ്രഷർ കുക്കറാണ്. അത് 2ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 12,000 മുതൽ 12,999 വരെയുള്ള ഏതൊരു നമ്പറാണ്. 12,000 മുതൽ 12,999 വരെയുള്ള നമ്പറിനാണ്. അടുത്തത് 3ആണ്. 12,300 മുതൽ 12,399 വരെയുള്ള ഏതോ നമ്പറിനാണ് ഈ 2ാം സമ്മാനമായ പ്രഷർ കുക്കർ ലഭിച്ചിട്ടുള്ളത്. 2ആണ്. 12,320 മുതൽ 329 വരെയുള്ള നമ്പറിനാണ്. 12,320 മുതൽ 329 വരെയുള്ള നമ്പറിനാണ് 1. അപ്പോൾ 2ാം സമ്മാനത്തിന്റെ കൂപ്പൺ നമ്പർ 12,321. ലാലു ദിയ, നമുക്കറിയാം അമ്പലപ്പുറത്തുള്ള
ലാലുചേട്ടൻ ലാലു സ്റ്റോറാണ്. ലാലുചേട്ടൻ കൊടുത്തിട്ടുള്ള കൂപ്പണാണ് ഈ നറുക്കെടുപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ അടുത്തത് നമുക്ക് നറുക്കെടുക്കുന്നത് നമ്മുടെ ശ്രീ സാജനാണ്. നേരത്തെ പറഞ്ഞ സാസ് ബേക്കറിയുടെ ഓണറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അത് പ്രൈസ് സമ്മാനം ഇതാണ്, സ്റ്റീൽ ഫോട്ടോണ്. ആ നറുക്കെടുപ്പിനായി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും ആദ്യത്തെ ഒന്നാണോ രണ്ടാണോ നമ്പർ തുറന്ന് നമുക്കറിയാം. ഒന്നാണ്. അപ്പോൾ വീണ്ടും 10,001 മുതൽ 19,999 നമ്പറാണ്. അതുകൊണ്ട് 1 മുതൽ 9 വരെ നമ്പറുകൾ. മൂന്നാം സമ്മാനമായ സ്റ്റീൽ ഫോട്ടോ 3ആണ്. 13,000 മുതൽ 13,999 നമ്പറാണ്. 13,000 മുതൽ 13,999. 4ആണ്. 13,400 മുതൽ 13,499 നമ്പറാണ്. 5ആണ്. അപ്പോൾ 13,450 മുതൽ 13,450 മുതൽ 459 വരെ നമ്പറാണ്. 13,459. 5ആണ്. അപ്പോൾ 13,455 തൊയ്യീബ്. നമുക്കറിയാം തൊട്ട് ഇവിടെ കാണുന്ന ഫുട്വെയർ കൊടുക്കുന്ന ആളാണ് തൊയ്യീബല്ലേ. തൊയ്യീബാണ് ഈ കൂപ്പൺ നൽകിയിട്ടുള്ളത്. അഡോ ഫുട്വെയർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ശ്രീ തൊയ്യീബാണ്. കൺഗ്രാറ്റുലേഷൻ. അടുത്ത 4ാമത്തെ സമ്മാനമാണ്. 4ാമത്തെ സമ്മാനം നറുക്കെടുക്കുന്നതിനായി ശ്രീ ഒന്നാണോ രണ്ടാണോ ആണ് നോക്കാനായിട്ട്. ഒന്നാണ്. വീണ്ടും ഇത്തവണത്തെ നമ്പർ 10,001 മുതൽ 19,999 വരെയാണ്. വീണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ 11,000 മുതൽ 19,999 നമ്പർ. 3ആണ്. 11,300 മുതൽ 399 നമ്പറാണ്. 9ആണ്. 11,390 മുതൽ 99 നമ്പറാണ്. 11,390 മുതൽ 99 നമ്പർ. 2ആണ്. 11,392 എന്ന് പറയുന്ന നമ്പറിലാണ് 4ാമത്തെ സമ്മാനമായ നമ്മുടെ അംഗമായ വൃത്തി സ്റ്റോർ സ്പോൺസർ ചെയ്യുന്ന ഒരു ക്ലീനിക് കിറ്റ് ലഭിച്ചിരിക്കുന്നത്. അത് അവിടെ തന്നെയുള്ള ഉഷ മെഡിക്കൽ എന്ന് പറയുന്ന മെമ്പർ കൊടുത്തിട്ടുള്ള കൂപ്പണാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 5ാമതൊരു സമ്മാനം കൂടിയുണ്ട്. ആ 5ാമത്തെ സമ്മാനം സെന്റ് ജെയിംസ് നഴ്സറി സ്പോൺസർ ചെയ്തിട്ടുള്ള 1000 രൂപയുടെ വൗച്ചറാണ്. ആ സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീ ആന്റണി ജോസഫിനെ ക്ഷണിച്ചു. വീണ്ടും ഒന്നാണോ രണ്ടാണോ അറിയാനാണ്. 2ആണ്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ 20,000 മുതൽ 27,700 വരെയുള്ള നമ്പറാണ്. അപ്പോൾ 2ാമത്തെ നമ്പർ ഇടുന്നത് 012345667 വരെ മാറും. 8, 9 ഇല്ല. 5ആണ്. അപ്പോൾ 25,000 തുടങ്ങുന്നത്. 25,000 തുടങ്ങുന്നത് കൊണ്ട് അടുത്തുള്ള നമ്പർ മുഴുവൻ ഉണ്ട്. 8ആണ്. 25,800 മുതൽ 25,899 വരെ നമ്പർ ആകാം. വീണ്ടും 8ആണ്. 25,880 മുതൽ 25,890 വരെയുള്ള നമ്പർ ഏതുമാണ്. 1ആണ്. അപ്പോൾ 25,881 5ാം സമ്മാനമായ സെന്റ് ജെയിംസ് നഴ്സറി സമ്മാനം നൽകുന്ന 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നത്. CS ഫാഷൻ ചളിക്കവട്ടം റോഡിലുള്ള പൊന്നിന് ചളിക്കവട്ടം റോഡിലുള്ള CS ഫാഷൻ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ശ്രീ സുനിൽ വിതരണം ചെയ്തിട്ടുള്ള കൂപ്പണാണ് ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരട്ട നറുക്കെടുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നറുക്കെടുപ്പ് 8 കഴിഞ്ഞിരിക്കുന്നു. നറുക്കെടുപ്പ് 9ന്റെ ആദ്യ സമ്മാനം വീണ്ടും നറുക്കെടുക്കുന്നത് അത് നൂഡിൽസ് സ്റ്റിക്കർ തന്നെയാണ്. അടുത്ത നറുക്കെടുപ്പിനായി 9ാമത്തെ നറുക്കെടുപ്പിന്റെ 1ാം സമ്മാനമായ നൂഡിൽസ് സ്റ്റിക്കർ നറുക്കെടുക്കുന്നതായി ശ്രീ നന്ദകുമാർ പിള്ളയെ ക്ഷണിച്ചു കൊള്ളുന്നു. അദ്ദേഹം 1ആണോ 2ആണോ ആദ്യം തുറന്നതെന്ന് ഇപ്പം തീരുമാനമാണ്. 1ആണ്. അപ്പോൾ 10,001 മുതൽ 19,999 നമ്പറാണ്.
5ആണ്. അടുത്ത വീട്ടിൽ 5ആണ്. അപ്പോൾ 15,000 മുതൽ 15,999 വരെയുള്ള ഏതോ നമ്പറിനാണ് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഒന്നാണ് 15,100 മുതൽ 15,199 വരെയുള്ള നമ്പറിനാണ് ഈ ഒന്നാം സമ്മാനമായ നൂഡിൽസ് മേക്കർ വരുന്നത്. 4 15,140 മുതൽ 49 വരെയുള്ള നമ്പർ ഏതുമാണ്? 7. അപ്പോൾ നമ്പർ ക്ലിയർ ആയിട്ട് കഴിഞ്ഞില്ല. 15,147 രക്തം കണ്ട നമുക്കറിയാം. ഈ ഓവർബ്രിഡ്ജ് ചെന്നിറങ്ങുമ്പോൾ വലതുവശത്ത് കാണുന്ന 2 വീലർ വർക്ക്ഷോപ്പ് RK ബൈക്ക് പോയിന്റ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഈ രക്തം കണ്ട ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സമ്മാനത്തിനാണ് കൂപ്പൺ സമ്മാനം കൂപ്പണാണ് ഈ നറുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു നറുക്കെടുപ്പ് കൂടി ശ്രീ നന്ദമാർപ്പിള്ള നിർവഹിക്കുന്നതാണ്. 1ആണോ 2ആണോ എന്നുള്ള നറുക്കാണ് നടക്കുന്നത്. 1 വീണ്ടും 1 10,001 മുതൽ 19,999 വരെയുള്ള നമ്പറാണ്. 6 അപ്പോൾ 16,000 മുതൽ 16,999 വരെയുള്ള നമ്പറാണ്. 7 കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. 16,700 മുതൽ 799 വരെയുള്ള നമ്പറാണ്. 16,700 മുതൽ 799 വരെ. 6 അപ്പോൾ 16,760 മുതൽ 69 വരെ. 16,760 മുതൽ 69 വരെയുള്ള നമ്പർ 5. അപ്പോൾ രണ്ടാം സമ്മാനമായ ഇത്തവണ ഈ സമ്മാനം കിട്ടിയിട്ടുള്ള നമ്പർ 16,765ആണ്. ഈ സമ്മാനം എന്ന് പറയുന്നത് ഒരു സ്പിൻ മോപ്പാണ്. നമ്മുടെ തന്നെ മെമ്പറായ ഷജീസ് എന്ന് പറയുന്ന വ്യക്തി സ്പോൺസർ ചെയ്തിട്ടുള്ള സമ്മാനമായ സ്പിൻ മോപ്പാണ്. RSS റോഡിലുള്ള സുധീഷ് ബാബുവാണ് ഈ സമ്മാനം കൂപ്പൺ നൽകിയിട്ടുള്ളത്. നമ്മുടെ വിശിഷ്ടാതിഥിക്ക് പോകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ശ്രീ നന്ദകുമാർക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിനായി സെക്രട്ടറി നമ്മുടെ സുരിചേട്ടൻ ക്ഷണിച്ചു കൊടുത്തു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ശ്രീ ഷജീസ് സമ്മാനം നൽകിയിട്ടുള്ള സ്ട്രിംഗ് മോപ്പാണ് രണ്ടാം സമ്മാനം. ഇനി അടുത്തത് 3ആം സമ്മാനം എന്ന നറുക്കെടുപ്പാണ്. 3ആം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സെക്രട്ടറിയാണ്. ഒരു സെന്റിമുട്ടാണ് ഈ സമ്മാനം. ഈ സമ്മാനത്തിലുള്ള നറുക്കെടുപ്പാണ്. ആദ്യം 1ആണോ 2ആണോ നമുക്ക് നോക്കാം. ആ നറുക്കെടുക്കുന്നതിനായി ബേക്കറിയുടെ ഉടമ ശ്രീ സാജന അവർ നറുക്കെടുത്തു. 1ആണോ 2ആണോ? 1. അപ്പോൾ വീണ്ടും 10,001 മുതൽ 19,999 വരെയുള്ള ഏതോ നമ്പറിനാണ് ഈ സെറ്റ് മുണ്ട് ലഭിച്ചിട്ടുള്ളത്. 5. 15,000 മുതൽ 15,999 വരെയുള്ള നമ്പറിനാണ് ഈ 3ആം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. വീണ്ടും 5 തന്നെയാണ്. 15,500 മുതൽ 15,599 വരെയുള്ള ഏതോ ഒരു നമ്പറിനാണ് ഈ സെറ്റ് മുണ്ട് ലഭിച്ചിട്ടുള്ളത്. വീണ്ടും 5. 15,550 മുതൽ 15,550 മുതൽ 59 വരെയുള്ള ഏതോ നമ്പറാണ് ഈ 3ആം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 8. 15,558 നമ്പർ 3ആം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. മുരളി VT സ്റ്റോർ നമ്മുടെ നാരായണാശാൻ റോഡിലുള്ള നമ്മുടെ അംഗമായ മുരളി VT എന്ന് പറയുന്ന അദ്ദേഹം VT സ്റ്റോർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കൂപ്പണാണ് ഈ നമ്പർ ലഭിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെയാണ് 4ആം സമ്മാനമാണ്. 4ആം സമ്മാനം നറുക്കെടുക്കുന്നതിനായി ശ്രീ ഷാജി അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ മെമ്പറായിട്ടുള്ള വൃത്തി സ്റ്റോർ സംഭാവന നൽകിയിട്ടുള്ള ക്ലീനിങ് കിറ്റിനായിട്ടുള്ള നറുക്കെടുപ്പാണ്. ആദ്യം നറുക്കെടുപ്പ് നടത്തുന്നത് 1ആണോ 2ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അതിൽ 1, 2 മാത്രമാണ് ഉള്ളത്. 2ആണ് ലഭിച്ചിട്ടുള്ളത്. 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20,000 മുതൽ 27,700 വരെയുള്ള നമ്പറുകളിൽ ഏതോ ഒരു നമ്പറാണ്. അതുകൊണ്ട് രണ്ടാമത്തത് 0 മുതൽ 0, 1, 2, 3, 4, 5, 6, 7 വരെ മാറുക. 8, 9 മാറ്റുക.
7 ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്തത് 27,000 മുതൽ 27,700 വരെ ഉള്ളതുകൊണ്ട് അടുത്ത വീണ്ടും 0 മുതൽ 7 വരെ 8-9 മാറ്റിക്കോണം. 8-9 മാറ്റി 7 വരെ 27,700 വരെയാണ്. അപ്പൊ 27,000 എന്നുള്ള നമ്പറാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അടുത്തത് 7 ആയതുകൊണ്ട് വീണ്ടും 0, 1, 2, 3, 4, 5, 6, 7 മാത്രമായിരിക്കും. 8-9 മാറ്റി രണ്ടാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ 27,200 മുതൽ 299 വരെ നമ്പർ ആയതുകൊണ്ട് മുഴുവൻ നമ്പർ ഇടാം. 27,200 മുതൽ 299 വരെയുള്ള നമ്പറാണ് 9 ലഭിച്ചത്. അപ്പൊ 27,290 മുതൽ 99 വരെ നമ്പർ. ഇപ്പൊ ലാസ്റ്റ് എടുത്താലോ 27 ലാസ്റ്റ് 27,290 മുതൽ 92 ലാസ്റ്റ് നമ്പർ 2 ലഭിച്ചിട്ടുള്ളത്. 27,292. ആ സമ്മാനം വിതരണം ചെയ്തിട്ടുള്ള കൂപ്പൺ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഉറപ്പാണല്ലോ. ആ കൂപ്പൺ വിതരണം നൽകിയത് ഞാൻ തന്നെയാണ്. അടുത്തത് അപ്പോൾ നമ്മൾ നറുക്കെടുപ്പ് കഴിഞ്ഞില്ല. ഇനി 5ാമത്തെ ഫൈനൽ നറുക്കെടുപ്പാണ്. ഇതില് 5ാമത്തെ നറുക്കെടുപ്പാണ്. ആ നറുക്കെടുപ്പ് വീണ്ടും സെന്റ് ജെയിംസ് നഴ്സറി സംഭാവന നൽകിയിട്ടുള്ള 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. ആ നറുക്കെടുപ്പ് നടത്തുന്നതിനെ ശ്രീ ആന്റണി ജോസഫ് ക്ഷണിച്ചുകൊള്ളുന്നു. 1ഉം 2ഉമാണ് ആദ്യത്തെ നമ്പറുകൾ. 1 മുഴുവൻ നമ്പർ 10,001 മുതൽ 19,999 വരെ ആയതുകൊണ്ട് മുഴുവൻ നമ്പർ 3. 13,000 മുതൽ 13,999 വരെയുള്ള നമ്പറിൽ ഏതോ ആണ് ഈ ഗിഫ്റ്റ് പ്രൈസ് ലഭിച്ചത്. വീണ്ടും 3. 13,300 മുതൽ 13,399 വരെയുള്ള ഏതോ ഒരു നമ്പറിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 0. അപ്പോൾ 13,300 മുതൽ 300 മുതൽ 399 വരെ. 0 വീണ്ടും 0. അപ്പോൾ സംഖ്യ ക്ലിയർ ആയിരുന്നു. 13,300 13,300 സമ്മാനം ലഭിച്ച നമ്പർ. സെന്റ് ജെയിംസ് നഴ്സറി സംഭാവനയായി നൽകിയിട്ടുള്ള 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സിമി ഗിലേഷ്. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസ് റോഡ് വഴി പോകുമ്പോൾ ആദ്യത്തെ റൈറ്റായ ലാൽസലാം റോഡിന്റെ തുടക്കത്തിൽ കാണുന്ന സിമീസ് ബ്യൂട്ടി പാർലർ ആണ്. സിമി ഗിനീഷാണ് ഈ സമ്മാന കൂപ്പൺ ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് കാണികൾക്കായുള്ള നറുക്കെടുപ്പാണ്. 2 തവണ ഇത്തവണ ഇരട്ട നറുക്കെടുപ്പായതുകൊണ്ട് 2 നറുക്കെടുപ്പുകൾ ഇവിടെ വെച്ച് നടത്തും. നിങ്ങളുടെ എല്ലാവരുടെയും പേര് നമ്പർ ഈ ബോക്സിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നറുക്കെടുപ്പ് നടത്തി ലഭിക്കുന്ന ആ കൂപ്പൺ 500 രൂപയുടെ വൗച്ചറാണ് ഇപ്പോൾ ഇവിടെ വെച്ച് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നറുക്കെടുപ്പ് നടത്തുന്നതിനായി ഇവിടെ സംഗതിയായിട്ട് ഒരു ലേഡിയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ തന്നെ ക്ഷണിക്കാം. ഒരു നറുക്കെടുപ്പ് നടത്തും. ഇത് ബാബുവാണ്. ബാബു ലാസ്റ്റ് നമ്പർ പറ. മൊബൈൽ നമ്പർ ലാസ്റ്റ് പറ. ബാബു മൊബൈൽ നമ്പർ പറയും ലാസ്റ്റ്. ബാബു ആരെങ്കിലും ബാബു ഇവിടെ ഉണ്ടോ? നമ്പർ ലാസ്റ്റ് നമ്പർ അങ്ങനെയാണെങ്കിൽ ഈ സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ഷാജി വൗച്ചർ ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഈ ബാബുവിനാണ്. ഇനി ഒരു സമ്മാനം കൂടി നൽകാൻ കാണിക്കാൻ നിങ്ങൾ ആർക്കും വരാൻ വരാം. അപ്പുറം
ഈ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുന്ന മഹീൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു നറുക്കൂടിയില്ല. അടുത്ത ആൾ വരും, വേറെ ആൾ വരും. ഇത് പെപ്രോണിയിലെ ആളാണ്. പെപ്രോണി ഒഴിവാ. അപ്പോൾ ഈ ഗിഫ്റ്റ് നൽകുന്നതിനെ സ്റ്റാഫ് ബേക്കറിയുടെ ഉടമ ശ്രീ സഞ്ജീവ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ 8ഉം 9ഉം നറുക്കെടുപ്പുകൾ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഓണം വ്യാപാരോത്സവം 2025യുടെ 2 നറുക്കെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ നറുക്കെടുപ്പ് നടത്താൻ സഹായിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം ശ്രീ സാജൻ അവർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ശ്രീ അബ്ദുൽ അടുത്തതായി അടുത്ത സമ്മാനം നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീ ഷാജിയാണ്. ഷാജി സ്ഥിതി അവർക്ക് സമ്മാനം നൽകുന്നതിനായി സെക്രട്ടേറിയറ്റ് അടുത്ത സമ്മാനം ഏറ്റുവാങ്ങാൻ ശ്രീ ആന്റണി ജോസഫുണ്ട്. അദ്ദേഹം ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി വീണ്ടും സെക്രട്ടറി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പ്രിയമുള്ളവരെ, കേരള വ്യാപാര വ്യവസായ ഏകോപനം നടത്തുന്ന ഓണം വ്യാപാരോത്സവം 2025 8ഉം 9ഉം നറുക്കെടുപ്പുകൾ ഇവിടെ സമാപിക്കാൻ പ്രഖ്യാപിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി സെക്രട്ടറി. ഇന്നത്തെ ഈ ഇരട്ട നറുക്കെടുപ്പ് വളരെ ഭംഗിയായി നടന്നു. എല്ലാവരും തിരക്കുള്ള ആളുകളാണെന്നറിയാം, കച്ചവടക്കാരാണ്. എന്നാലും ഇത്രയും ആളുകൾ എത്തി. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുകയും ഇന്നത്തെ ഈ പരിപാടി എല്ലാവരും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ സഹകരിക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് വന്ന വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സുദീർഘ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി എല്ലാവർക്കും ഒറ്റവാക്കി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ ഓണം വ്യാപാരത്തെ 2025 8ഉം 9ഉം നറുക്കെടുപ്പോൾ ഇവിടെ സമാപിക്കാൻ പ്രഖ്യാപിക്കുന്ന ഈ യോഗ അവസാനിക്കുന്നു. താങ്ക് യു.